ഗുഡ് ഈവനിങ് എരിവൺ. നമ്മൾ ഇന്ന് ടർബോ മെഷീൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷന്റെ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കുകളിലോട്ട് കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ഗ്യാസ് ടർബൈൻ? നമ്മൾ സ്റ്റീം ടർബൈനിലാണെങ്കിലും ഹൈഡ്രോളിക് ടർബൈനിലാണെങ്കിലും ആ ടർബൈൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ആ ടർബൈൻസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതിന്റെ പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച രണ്ട് ടർബൈൻസിൽ പഠിച്ചതെങ്കിൽ ഗ്യാസ് ടർബൈൻസിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഗ്യാസ് ടർബൈൻസ് വെച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾസ്, അല്ലെങ്കിൽ അവര് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പവർ പ്ലാന്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്, അപ്പം അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ആക്ച്വലി ഗ്യാസ് ടർബൈൻസിൽ പഠിക്കുക. അല്ലാതെ ഗ്യാസ് ടർബൈൻസിലും നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ എന്താണ് ടൈപ്സും ക്ലാസിഫിക്കേഷൻസും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതാണ് നമ്മൾ ഗ്യാസ് ടർബൈൻസ് എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കുന്നത്. ഗ്യാസ് ടർബൈൻസിൽ നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് ഗ്യാസ് ടർബൈൻസിനെ കുറിച്ചിട്ടല്ല, മറിച്ച് ഗ്യാസ് ടർബൈൻ സൈക്കിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഗ്യാസ് ടർബൈൻസിനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് ഗ്യാസ് ടർബൈൻസിനെ കുറിച്ചിട്ടല്ല, മറിച്ച് ഗ്യാസ് ടർബൈൻ സൈക്കിൾസ് വെച്ചിട്ടാണ്. അപ്പോ എന്താണ് ഗ്യാസ് ടർബൈൻസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്യാസ് ടർബൈൻ ഈസ് എ റോട്ടറി മെഷീൻ സിമിലർ ഇൻ പ്രിൻസിപ്പിൾ ടു എ സ്റ്റീം ടർബൈൻ. അപ്പൊ നമ്മൾ എന്താണോ സ്റ്റീം ടർബൈനിൽ പഠിച്ചത് അതുമായിട്ട് വളരെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സിമിലർ ആയിട്ടുള്ള, അതായത് നമ്മൾ ഓൾറെഡി സ്റ്റീം ടർബൈൻസ്, ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചായിരുന്നു. അതിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത് എന്നൊക്കെ പഠിച്ചായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഗ്യാസ് ടർബൈൻസിൽ നടക്കുന്നത്. ഈസ് എ റോട്ടറി മെഷീൻ സിമിലർ ടു നമ്മളുടെ സ്റ്റീം ടർബൈൻ. ഇനി the main use for the gas turbine at the present time is in the aircraft and industrial power generation. എവിടെയാണ് നമ്മളുടെ ഗ്യാസ് ടർബൈൻസ് കറണ്ട് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിലും ഇൻഡസ്ട്രിയൽ പവർ ജനറേഷനിലുമാണ് നമ്മൾ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിനെ കൂടുതലായും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. യൂഷ്വലി ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് എവിടെ നമ്മൾ ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കുന്നത്, എയർക്രാഫ്റ്റ് മീഡിയയിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന ഗ്യാസ് ടർബൈൻ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫ്യൂവൽസ് സിമിലർ ടു കെറസിൻ. അപ്പോൾ ഗ്യാസ് ടർബൈൻ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലിക്വിഡ് ഫ്യൂവൽസ് സിമിലർ ടു കെറസിൻ ആർ കോമൺലി യൂസ്ഡ് ഇൻ ഗ്യാസ് ടർബൈൻ. ഗ്യാസ് ടർബൈൻസിൽ ഉപയോഗിക്കുന്നത് കെറസിന് സിമിലർ ആയിട്ടുള്ള, കെറസിൻ മണ്ണെണ്ണ നമുക്കറിയാം. അപ്പൊ അത്തരം ലിക്വിഡ് ഫ്യൂൽസ്, ഈ കെറസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഫ്യൂൽസിനുള്ള കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ബാക്കിയുള്ള ഇപ്പം ഡീസൽ, പെട്രോൾ ഡീസൽ പോലെയുള്ള ഫ്യൂവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെറസിന്റെ ഒക്കെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനർജി എത്ര ഒരു യൂണിറ്റ് കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഈ പറയുന്ന കലോറിഫിക് വാല്യൂ. എനർജി റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കലോറിഫിക് വാല്യൂ പറയുന്നത്. അപ്പോൾ ലോ കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽസ് ഒക്കെയാണ് ഈ പറയുന്ന പോലെ നമ്മളുടെ ഗ്യാസ് ടർബൈൻസിൽ കൂടുതലായും ഉപയോഗിക്കുന്നത്. പിന്നെ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ഏതൊക്കെ എന്ന് നമ്മൾക്കൊരു MCQ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഗ്യാസ്, അല്ല എന്നുണ്ടെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരാം, എന്തെല്ലാം ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റണം. എന്തെല്ലാം ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, കോമൺലി യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ലോ കലോറിഫിക് വാല്യൂ, അതായത് ലോ എനർജി റിലീസ് ചെയ്യുന്ന വാല്യൂസ് ആണെങ്കിലും നമ്മളുടെ ഗ്യാസ് ടർബൈൻസിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം പോലെയുള്ള ഫ്യൂവൽസ് ആണ് കൂടുതലായും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, നമ്മളുടെ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ ഉപയോഗിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത്, അതായത് ഗ്യാസ് ടർബൈൻസിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും കവർ ചെയ്തിരിക്കണം. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്ത് തരം ഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഈ ഗ്യാസ് ടർബൈൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്യാസ് ടർബൈൻ
സൈക്കിൾസ് ആണ് നമ്മൾ ഗ്യാസ് ടർബൈൻസിൽ പഠിക്കുന്നത്. അത് എയർക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ പവർ ജനറേഷൻ ആയിട്ടാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. മോസ്റ്റ് കോമൺലി എയർക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തന്നെയും ഗ്യാസ് ടർബൈൻസിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് എന്ന് പറയുന്നത് ലോ കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽസ് ആണ്. പിന്നെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം പോലെയുള്ള ഗ്യാസിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയെല്ലാം നമുക്ക് ഗ്യാസ് ടർബൈൻ സൈക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തെല്ലാം ടൈപ്സ് ആണ് ഗ്യാസ് ടർബൈൻ സൈക്കിൾസിനകത്ത് ഉള്ളത്? യൂഷ്വലി ഉള്ളത് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ സൈക്കിളും രണ്ടാമത്തത് ക്ലോസ്ഡ് സൈക്കിളും ആണ്. അപ്പോൾ ഓപ്പൺ സൈക്കിൾ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സൈക്കിൾ എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് ഈ പറയുന്ന ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആരെയോ എടുക്കുന്നു, ഇതിനെ പ്രോസസ് ചെയ്യുന്നു, ആ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് വിടുന്നതാണ് ഈ പറയുന്ന ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ. നമ്മൾ ഈ ഓപ്പൺ സൈക്കിളും ക്ലോസ് സൈക്കിളും ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്താണ്, ചെറിയൊരു വേഗ് ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഓപ്പൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം പഠിച്ചത് അത് തന്നെയാണ്. അതായത് മാസ് ട്രാൻസ്ഫർ ഓപ്പൺ ആയിരിക്കും, മീൻസ് അല്ലെങ്കിൽ ഓപ്പൺ സൈക്കിളിൽ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവും, സിസ്റ്റത്തിന് പുറത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവും, എനർജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സൈക്കിളും അതുപോലെ തന്നെയാണ്. മാസിന് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ മാസ് ട്രാൻസ്ഫറും അവിടെ നടക്കും, എനർജി ട്രാൻസ്ഫർ നടക്കും. എന്നാൽ ക്ലോസ്ഡ് സൈക്കിൾ എന്താണ് പ്രത്യേകത? അവിടെ നമുക്ക് എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉണ്ടാവുള്ളൂ, മാസ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം പോലെ തന്നെയാണ് ക്ലോസ്ഡ് സൈക്കിൾ. ഇവിടെ നമ്മൾ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും, അതായത് അതിങ്ങനെ ഒരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മാസ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. സോ അവിടെ നമ്മൾ ഒരു വർക്കിംഗ് ഫ്ലൂയിഡിനെ നമ്മൾ ഉപയോഗിക്കും. അതായത് ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് അതിൻ്റെ അകത്ത് നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ക്ലോസ്ഡ് സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേത് ഓപ്പൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ പറയുന്ന ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയുന്നത്. താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് ഫിഗർ ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻസിൽ വരുന്ന കമ്പോണൻസ് ആണ്. ഇതൊരു ജെറ്റ് എഞ്ചിന്റെ, അതായത് നമ്മുടെ ഈ പറയുന്ന എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ജെറ്റ് എഞ്ചിന്റെ ഒരു റിയൽ പിക്സ് ആണ് ലെഫ്റ്റ് സൈഡിലെങ്കിൽ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ബ്ലോക്ക് ഡയഗ്രാം അല്ല, ഒരു പിക്ചോറിയൽ വ്യൂ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഡെപ്തിലൊന്നും പോകുന്നില്ല. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഓപ്പറേഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഓപ്പൺ ഗ്യാസ് ടർബൈൻ സൈക്കിൾ. ഓപ്പൺ സൈക്കിളിൽ ഓപ്പൺ ഗ്യാസ് ടർബൈൻ സൈക്കിളാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. രണ്ട് സൈക്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണ്. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ. അപ്പോൾ എന്താണ് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ? അതിൻ്റെ അകത്ത് എന്തെല്ലാം ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കും, അതിനെ നമ്മൾ എന്തെല്ലാം ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നതിന് മുന്നേ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എഞ്ചിന്റെ മേജർ കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഒരു കംപ്രസർ, 2 കമ്പഷൻ ചേംബർ, 3 നമ്മളുടെ ഗ്യാസ് ടർബൈൻ. ഇത് ടർബൈൻ ആണെങ്കിലും ഇതാണ് നമ്മളുടെ ഗ്യാസ് ടർബൈൻ. സോ ഗ്യാസ് ടർബൈൻ എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു ഒറ്റ ഡിവൈസേ ഉള്ളൂ. പക്ഷെ അയാളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈക്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. സോ 3 കമ്പോണൻസുകൾ വന്ന് ചേരുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. അവിടെ ഈ 3 പേര് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നത്, എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. Fresh air at ambient condition is drawn into the compressor where its temperature and pressure are rise. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ, ഇതാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ
അറ്റ്മോസ്ഫിയർ ഇവിടെ ഒരു കമ്പോണന്റ് ആയിട്ട് തന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ വെക്കാം. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫ്രഷ് എയറിനെ അതാ ഇങ്ങോട്ട് എടുക്കുന്നു, കംപ്രസറിലോട്ട് എടുക്കുന്നു. കംപ്രസർ എന്ന് പറയുന്നത് ആക്ച്വലി കംപ്രസറിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴേ നമ്മുടെ ടർബോ മെഷീൻസ് എന്ന് പറയുന്ന ഒരു എൻ്റെ ചാപ്റ്റർ കവർ ആവുള്ളൂ. അപ്പൊ കംപ്രസർ എന്ന് നമ്മൾ എന്താണ് എന്ന് നോക്കി കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യുന്ന ആൾ. കംപ്രസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്ന ആൾ, അതായത് എയറിനെയാണ് നമ്മൾ ഇയാൾ ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരാളെ പിടിച്ച് ഞെരുക്കുക എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെ പിടിച്ച് ഞെരുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വോളിയം കുറയും, അയാളുടെ പ്രഷർ കൂടും, അറ്റ് ദ സെയിം ടൈം ടെമ്പറേച്ചർ കൂടും. ഓക്കെ, സോ നമ്മളുടെ ഇവിടുത്തെ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസ് ചെയ്യുന്നത് ഫ്രഷ് എയറിനകത്തോട്ട് എടുക്കുന്നു, അതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ അങ്ങ് കൂടുന്നു. സോ 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ് ആണ്. 1 മുതൽ 2 വരെ നടക്കുന്നത് കംപ്രസറിനകത്ത് നടക്കുന്ന കംപ്രഷൻ പ്രോസസ്. അപ്പൊ അതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഫ്രഷ് എയർ അറ്റ് ആംബിയന്റ് കണ്ടീഷൻ ഈസ് drawn into the compressor where its temperature and pressure are raised. The high pressure air proceeds into the combustion chamber where the fuel is burned at constant pressure. Okay, അപ്പോൾ ഇവിടെ നമ്മൾ കമ്പഷൻ ചേംബർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അടുത്ത ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയ പ്രഷർ കൂടിയ ടെമ്പറേച്ചർ കൂടിയ എയർ എത്തുന്നത്. അയാൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫ്യൂവലുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ നമ്മൾ ഒരു സ്പാർക്കോ എന്തെങ്കിലും ഇഗ്നീഷ്യൻ കൊടുത്ത് കത്തിക്കണം. കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയെടുക്കണം. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ പറയുന്ന കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചൂടായ എയർ അകത്തോട്ട് വരുന്നു, അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫ്യൂവലിനെ ആഡ് ചെയ്യുന്നു. ഈ എയർ ഫ്യൂൽ മിക്സറിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡ്, ഇപ്പൊ കത്തിക്കാനായിട്ട് നമ്മൾ വിറക് മാത്രം വെച്ചാൽ പോരെ, വിറക് എന്ന് പറയുന്ന ഫ്യൂൽ ആണെന്നുണ്ടെങ്കിൽ അത് എയറുമായിട്ട് നിന്ന് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ കത്തിക്കണം. അപ്പൊ ഇഗ്നൈറ്റ് ചെയ്യിക്കണം. അത് ആ ഒരു സ്പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ കമ്പഷൻ ചെയ്യുമ്പോൾ കമ്പഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തും. കമ്പഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദ പ്രോസസ് വിൽ ബി എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. അതായത് പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ട്, അപ്പൊ ഇവിടെ വരുന്നു, കത്തുന്നു, പോകുന്നു. ഇവിടെ ഇയാൾക്ക് കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അയാൾ വന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ചേംബർ നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന പ്രഷറിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. സോ പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് കമ്പഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നടത്തിയെടുത്തു. അതുകൊണ്ടിട്ട് ഈ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേര് കമ്പഷൻ ചേംബർ. ഓക്കെ, അങ്ങനെ നമ്മൾ കമ്പഷൻ ചെയ്തു. കമ്പഷൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? നമുക്ക് തന്നെ അറിയാം, കത്തി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചവറൊക്കെ ഇട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അല്ലെ? അതിന്റെ കുറച്ച് ദൂരെ നമ്മൾ നിൽക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അവിടെ നിന്നും വരുന്ന ആ ഫ്ലെയിമിൽ നിന്ന് വരുന്ന ഒരു ചൂടുണ്ട്. അത് കൂടാതെ അവിടെ നിന്നും വരുന്ന പുകയുണ്ടാവും, അല്ലെ? ആ ചൂട് കാറ്റുണ്ടാവും. ആ ചൂട് കാറ്റ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഹോട്ട് ഗ്യാസ്. അവിടെ നിന്ന് വരുന്ന ആ ഒരു ഹോട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കമ്പഷന്റെ എൻഡ് റിസൾട്ട് ആണ്. സോ the resulting high temperature gases എങ്ങനെ റിസൾട്ട് ചെയ്തതാണ്? ഈ കമ്പഷൻ നടന്നത് കാരണം അവിടെ ഉണ്ടായ ഹൈ ടെമ്പറേച്ചർ ഗ്യാസസ് then enters the turbine where they expand to the atmospheric pressure while producing power. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓർക്കുന്നുണ്ടോ? ടർബൈന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണ്? ടർബൈൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എന്ത് ചെയ്യുന്നതാണ്? ടർബൈൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നതാണ്? ഫ്ലൂയിഡിന്റെ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആളാണ് ആര്? നമ്മളുടെ ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ടർബൈനിൽ ഹൈഡ്രോളിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു, സ്റ്റീം ടർബൈനിൽ സ്റ്റീം എനർജി ഈസ് കൺവേർട്ടഡ് ടു. അപ്പൊ ഗ്യാസ് ടർബൈൻ എന്ത് തന്നെയായിരിക്കും? ദ എനർജി ഓഫ് ഗ്യാസ്, അതായത് ഹോട്ട് ഗ്യാസിന്റെ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗ്യാസ് ടർബൈൻസ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി?
ഈ പറയുന്ന കമ്പഷനിൽ നിന്നും വരുന്ന ഹോട്ട് ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത്, നമ്മളിതാ ഇവിടെ കംപ്രസർ കഴിഞ്ഞപ്പോൾ പ്രഷർ കൂടിയിരിക്കുകയാണ്, കമ്പഷൻ ചേംബറിൽ കോൺസ്റ്റന്റ് പ്രഷറാണ്. അപ്പൊ ഇവിടെയും നമുക്ക് പ്രഷർ കൂടി നിൽക്കും. ടെമ്പറേച്ചറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ടെമ്പറേച്ചർ ഓൾറെഡി കൂടിയുന്ന ടെമ്പറേച്ചർ അത് ഫ്യൂലായിട്ട് ബേൺ ചെയ്ത പിന്നെയും കൂടി. സോ ടെമ്പറേച്ചറും കൂടിയത്. സോ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലുള്ള ഹോട്ട് ഗ്യാസ് എവിടെയിട്ട് വരുന്നു? ടർബൈനിലോട്ട് വരുന്നു. ടർബൈനിൽ അയാൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഷൻ നടക്കുന്നു. എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ പ്രഷറിനെ അയാൾ ലോ പ്രഷർ ആക്കി മാറ്റുന്നു. അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേർ ദേ എക്സ്പാൻഡ്സ് ടു ദി അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ പ്രഷർ കുറയ്ക്കുമ്പോൾ കൂടെ തന്നെ ടെമ്പറേച്ചറും കൂടെ കുറയും. അങ്ങനെ ഫ്ലൂയിഡിന്റെ എനർജി, അതായത് ആ ഗ്യാസിന്റെ എനർജിയെ നമ്മൾ എന്താക്കി മാറ്റാൻ സാധിക്കും? മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് മെക്കാനിക്കൽ എനർജി കിട്ടി. ഇനി the exhaust gases leaving the turbine are thrown out, causing the cycle to be classified as an open cycle. അതായത് ടർബൈനിൽ നിന്നും വരുന്ന ഹോട്ട് ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എറിയുകയാണ്. അതായത് നമ്മൾ അയാളെ റീസർക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇയാളെ എന്തെന്ന് പേര് വിളിക്കാൻ പറ്റുന്നത്? ഓപ്പൺ സൈക്കിൾ എന്ന് പേര് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഗ്യാസിനെ നമ്മൾ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ വിടുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ ഇയാളെ ഓപ്പൺ സൈക്കിൾ എന്ന് നമ്മൾ ഇയാളെ പേര് വിളിക്കുന്നത്. അപ്പോ ഇതിന്റെ വർക്കിംഗ് ബ്രീഫായിട്ട് ഒന്നുകൂടെ നോക്കാം. എയറിനെ വലിച്ചെടുത്തു, അതിനെ കംപ്രസ് ചെയ്തു, അതിനെ ഫ്യൂലായിട്ട് മിക്സ് ചെയ്തിട്ട് കത്തിച്ച് കമ്പഷൻ നടത്തി ഹോട്ട് ഗ്യാസ് ഉണ്ടാക്കി. ഈ ഹോട്ട് ഗ്യാസിന്റെ എനർജി ടർബൈനിലൂടെ കടത്തിവിട്ട് നമ്മൾ എനർജി കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കി. ഇനി എനർജി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എനർജി കൺവേർഷന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്രസറിന്റെ കേസിൽ കംപ്രസറിൽ എന്ത് തരം എനർജി ട്രാൻസ്ഫർ ആണ് നമ്മൾ നടത്തുന്നത് എന്ന് നോക്കിയാൽ, കംപ്രസർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അയാൾക്ക് നമ്മൾ എനർജി കൊടുക്കണം. ഈ ഇന്നാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി കമ്പഷൻ ചേംബറിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്യൂവലിനെ ആഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മൾ എനർജി, ഫ്യൂവൽ എന്ന് പറയുന്നത് ആരാണ്? ഫ്യൂവൽ എന്ന് പറയുന്നത് എനർജി ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടിട്ട് ആ ഫ്യൂവലിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ എനർജി ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, ക്യൂ ഇൻ അല്ലെങ്കിൽ ഇ ഇൻ. ഇനി ടർബൈന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടർബൈൻ എന്ന് പറയുന്നത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ നമുക്ക് എനർജി തരുന്ന ഒരാളാണ്. സോ എനർജി ട്രാൻസ്ഫർ ഇങ്ങനെയാണ് ഓരോ ഡിവൈസിലും നടക്കുക. അതായത് കംപ്രസറിൽ നമ്മൾ വർക്ക് കൊടുക്കണം, ഫ്യൂവലിന്റെ കേസിൽ നമ്മൾ അല്ലെങ്കിൽ കമ്പഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂവലിന്റെ ഫോമിൽ എനർജി കൊടുക്കണം, ടർബൈന്റെ കേസിൽ നമുക്ക് എനർജി പുറത്തോട്ട് കിട്ടും. അപ്പോൾ ഗ്യാസ് ടർബൈൻ സൈക്കിളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി ഈ കംപ്രസറിനെ നമ്മളിപ്പോ സാധാരണ നമ്മളിപ്പോ ഒരു 2 വീലർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കീ ഇട്ടിട്ട് നമ്മൾ സെൽഫ് അടിക്കും അല്ലെ, സെൽഫ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് ആക്ച്വലി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ കീ കറക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. ആ മോട്ടർ വെച്ചിട്ട് നമ്മൾ ഇനീഷ്യൽ പുൾ ഒന്ന് കൊടുക്കണം. അതായത് ആദ്യം തന്നെ ഒന്ന് ഓടാനുള്ള ഒരു എനർജി നമ്മൾ ജസ്റ്റ്, അതായത് ആ സൈക്കിൾ ഒന്ന് തുടങ്ങാനുള്ള ഒരു എനർജി നമ്മളൊന്ന് കൊടുക്കും. വൺസ് ആ സൈക്കിൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള എനർജി ഫ്യൂവലിൽ നിന്ന് കത്തി എടുത്തോളും. അതേപോലെ ഈ കംപ്രസറിലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഇനീഷ്യൽ എനർജി കൊടുക്കേണ്ടതുണ്ട്. വൺസ് എനർജി കൊടുത്ത് കംപ്രസർ കറക്കി കഴിഞ്ഞാൽ അത് പിന്നെ കമ്പഷൻ ചേംബറിൽ വന്നു, ടർബൈനിൽ വന്നു. ടർബൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിന്റെ ഒരു ഫ്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? പിന്നെ തിരിച്ച് കംപ്രസറിലോട്ട് പോകുന്നത്. സോ ടർബൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ ഒരു ഫ്രാക്ഷൻ ആണ് ആരെടുത്തോണ്ട് പോകുന്നത്? നമ്മളുടെ കംപ്രസർ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ 2 പോയിന്റ് നമുക്ക് ഇതിനകത്ത് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു സെൽഫ് സ്റ്റാർട്ടിംഗ് മെഷീൻ അല്ല, അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റാർട്ടിംഗ് സൈക്കിൾ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ പറയാം, ഇറ്റ്സ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് സൈക്കിൾ. അതായത് തന്നെത്താനെ ഇതിന് തുടങ്ങാനായിട്ട് സാധിക്കില്ല.
ഇതിന്റെ കംപ്രസറിന് നമ്മളൊരു ഇനീഷ്യൽ പുള്ള് കൊടുത്താൽ മാത്രമേ ഈ കംപ്രസർ ഓൺ ആവുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ തുടങ്ങുള്ളൂ. സൈക്കിൾ തുടങ്ങിയാൽ മാത്രമേ ഇയാൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. സോ കംപ്രസറിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ്സ് കംപ്രസറിന്റെ അല്ല, ഗ്യാസ് ടർബൈൻ സൈക്കിളിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ്സ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. രണ്ടാമത് ഞാൻ പറഞ്ഞായിരുന്നു, ടർബൈനിന്റെ ഒരു പോർഷൻ ഓഫ് എനർജിയാണ് ആരെടുത്തോണ്ട് പോകുന്നത്? കംപ്രസർ എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഫ്രാക്ഷൻ ഓഫ് എനർജി നമുക്ക് MCQയിൽ ചോദ്യം വരാം. അതായത് 60 മുതൽ 65% ഓഫ് ടർബൈൻ വർക്കാണ് കംപ്രസർ എടുക്കുന്നത്. കംപ്രസറിന് ആവശ്യമുള്ള വർക്ക് എന്ന് പറയുന്നത് ടർബൈനിന്റെ 60 to 65% ഓഫ് വർക്കാണ് ആരെടുത്തോണ്ട് പോകുന്നത്? ടർബൈൻ എടുത്തോണ്ട് പോകുന്നത്. ബാക്കിയുള്ള ഫ്രാക്ഷൻ ഓഫ് എനർജി മാത്രമേ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് MCQയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പോർഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ദി കംപ്രസർ ഇൻ എ ഗ്യാസ് ടർബൈൻ സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 to 65% എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണം. ഇനി ഈ ഒരു സൈക്കിളിന്റെ കേസിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടർബൈനിന്റെ കേസ്, എന്ത് തരം ടർബൈൻ ആണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മളോട്, ടർബൈൻ അല്ല, കംപ്രസർ, എന്ത് തരം കംപ്രസർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആലോചിച്ചോളുക, ഇവിടെ സാധാരണ ഗ്യാസ് ടർബൈൻ സൈക്കിൾ, അതായത് ഞാൻ ഒരു എഞ്ചിന്റെ ഫിഗർ ഒക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഈ പറയുന്ന കംപ്രസർ എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് കംപ്രസർ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് ആക്സിയൽ ഫ്ലോ കംപ്രസർ ആണ്. മൾട്ടി സ്റ്റേജ് ആക്സിയൽ ഫ്ലോ കംപ്രസർ ആണ് നമ്മൾ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് കംപ്രസർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം മൾട്ടി സ്റ്റേജ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. മൾട്ടി സ്റ്റേജ് ആക്സിയൽ ഫ്ലോ കംപ്രസർ ആണ് എവിടെ ഉപയോഗിക്കുന്നത്? ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ പറയേണ്ട ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പഷൻ ചേംബർ. എന്ത് തരം കമ്പഷൻ ചേംബർ ആണ് ഉപയോഗിക്കുന്നത്? അതൊരു ആനുലാർ ടൈപ്പ് കമ്പഷൻ ചേംബർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കമ്പഷൻ ചേംബർ നമ്മൾ ഗ്യാസ് ടർബൈൻസിൽ ഉപയോഗിക്കുന്നത് ആനുലാർ ടൈപ്പ് ആണ്. ആ കമ്പഷൻ ചേംബറിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. അപ്പോൾ പ്രോസസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ കംപ്രഷൻ ആൻഡ് ടർബൈൻ എന്ന് പറയുന്ന രണ്ട് ഡിവൈസസിൽ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ് എന്തായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. കംപ്രസർ ആൻഡ് ടർബൈനകത്ത് നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുറത്തുനിന്ന് എയർ എടുക്കുന്നു, അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും കൂട്ടുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് തരം തെർമോഡൈനാമിക് പ്രോസസ് ആയിരിക്കും? കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ. രണ്ടും സിമിലർ ആണ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടെന്നേ ഉള്ളൂ. എന്ത് തരം തെർമോഡൈനാമിക് പ്രോസസ് ആയിരിക്കാം നടക്കാൻ സാധ്യതയുള്ളത്? അതായത് നമ്മൾ എയറിനെ എടുത്ത് കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വോളിയം കുറയും. വോളിയം കുറയുന്നതുകൊണ്ട് അതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ല. പ്രഷർ കൂടുന്നു, സോ കോൺസ്റ്റന്റ് പ്രഷർ അല്ല. ടെമ്പറേച്ചർ കൂടുന്നു, സോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും അല്ല. അപ്പൊ ഇത് മൂന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന തെർമോഡൈനാമിക് പ്രോസസ് ഏതാണ്? അഡിയബാറ്റിക് പ്രോസസ് ആണ്, അല്ലേ? അതായത് കംപ്രഷൻ എന്ന് പറയുന്നതും എക്സ്പാൻഷൻ എന്ന് പറയുന്നതും വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട്, വളരെ പെട്ടെന്നാണ് ഈ പറയുന്ന പ്രോസസ് നടക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് ഈ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റിന് പുറത്തേക്ക് പോകാനോ അകത്തോട്ട് വരാനോ ഉള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ചാൻസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ വളരെ ലെസ് ആണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ് വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ടും പ്രഷർ ടെമ്പറേച്ചറിന് ചേഞ്ച് വരുന്നു, വോളിയത്തിന് ചേഞ്ച് വരുന്നത് കൊണ്ടും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ആ സിസ്റ്റത്തിൽ നിന്നും പുറത്തോട്ടോ അല്ലെങ്കിൽ പുറത്തു നിന്ന് അകത്തോട്ടോ ഹീറ്റിന് വരാനുള്ള ടൈം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്ന് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്നത് അഡയാബാറ്റിക് പ്രോസസ് ആണ്. പിന്നെ നമ്മൾ ഇതെല്ലാം സൈക്കിൾസ് പഠിക്കുന്നത് ഐഡിയൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അഡയാബാറ്റിക് ആണ് അല്ലെങ്കിൽ ഐസെൻട്രോപിക് ആണ്. എൻട്രോപ്പി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മളുടെ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ ഐസെൻട്രോപിക് ആണ്, കമ്പഷൻ കോൺസ്റ്റന്റ് പ്രഷർ ആണ്, എക്സ്പാൻഷൻ ഐസെൻട്രോപിക് ആണ്. അപ്പൊ ഇതാണ് 3 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നടക്കുന്നത്. പിന്നെ നമ്മൾ ഓർത്തിരിക്കാൻ പറയുന്ന കുറച്ച് പോയിന്റ്സും കൂടെ നമ്മൾ ഓരോന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. സോ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ. ഈ ഒരു സൈക്കിളിന്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? ഇത് MCQല് മീൻസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. സോ ഈ ഒരു ഗ്യാസ് ടർബൈൻ സൈക്കിൾ, ഇത് ഞാൻ ജനറലി ഗ്യാസ് ടർബൈൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഓപ്പൺ സൈക്കിൾ ആണെങ്കിലും ക്ലോസ് സൈക്കിൾ ആണെങ്കിലും നമുക്ക് ഇതെല്ലാം ഇവിടെ അവിടെയും എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ടർബൈന്റെ വർക്ക് പറഞ്ഞ കേസിലും സെൽഫ് സ്റ്റാർട്ടിങ് അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും നമുക്ക് 2 ഗ്യാസ് ടർബൈൻസിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ, അതായത് നമ്മൾ ഈ പറയുന്ന ഗ്യാസ് ടർബൈൻ സൈക്കിളിൽ വരാവുന്ന മാക്സിമം ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 700 ഡിഗ്രി സെൽഷ്യസ് ആണ്. 700 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂഷ്വലി നമ്മളുടെ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ വരാവുന്ന മാക്സിമം ടെമ്പറേച്ചർ. പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ റേഷ്യോ. എത്രമാത്രമാണ് പ്രഷർ റേഷ്യോ ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ, അതായത് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ എത്രമാത്രം പ്രഷർ വരെ നമ്മൾക്ക് കൊണ്ടുപോകും, നമ്മൾക്ക് എത്രമാത്രം പ്രഷറിന്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എത്രമാത്രം കൂടുതൽ പ്രഷർ നമ്മളുടെ ഈ പറയുന്ന സൈക്കിളിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന പ്രഷർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി നമ്മൾ പ്രഷർ റേഷ്യോ പ്രിഫർ ചെയ്യുന്ന വാല്യൂ 3:5 ആണ്. അതിനെ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 7ഉം യൂഷ്വലി പ്രിഫറബിൾ വാല്യൂ എന്ന് പറയുന്നത് 3:5 ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിന്റെ ഒരു ബേസിക് ഐഡിയയിൽ നമുക്ക് ഇതിൽ നമ്മൾ ക്ലോസ് സൈക്കിൾ വരാനുണ്ട്. ഓപ്പൺ സൈക്കിൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് ടർബൈൻസ് എന്ന് പറയുന്ന പോർഷൻസിനകത്ത് നമ്മൾക്ക് വരാവുന്ന ചോദിക്കാവുന്ന PSC ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒന്ന്, ടർബൈനിന്റെ എത്ര ശതമാനം വർക്കാണ് കംപ്രസർ കൺസ്യൂം ചെയ്യുന്നത്? അതിന്റെ ഉത്തരം 60 മുതൽ 65% വരെയാണ്. എന്ത് ടൈപ്പ് ഓഫ് കംപ്രസർ ആണ് നമ്മളുടെ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ മൾട്ടി സ്റ്റേജ് ആക്സിയൽ ഫ്ലോ കംപ്രസർ ആണ് ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ ഉപയോഗിക്കുന്നത്. ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ ഉപയോഗിക്കുന്ന കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത് ആനുലാർ ടൈപ്പ് ആണ്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഈ സൈക്കിളിന്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 700 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോ 700 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടിട്ടാണ് 700 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം ടെമ്പറേച്ചർ, ഇവിടെ വരാവുന്ന മാക്സിമം ടെമ്പറേച്ചർ. ഈ സൈക്കിൾസിനകത്ത് ഗ്യാസ് ടർബൈൻ സൈക്കിൾസിനകത്ത് വരാവുന്ന മാക്സിമം ടെമ്പറേച്ചർ 700 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ പ്രഷർ റേഷ്യോ, അതായത് ലിമിറ്റിംഗ് പ്രഷർ റേഷ്യോ എത്രയാണ് എന്ന് വേണമെങ്കിൽ ചോദ്യം വന്നാൽ ലിമിറ്റിംഗ് പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് 7ഉം യൂഷ്വലി പ്രിഫറബിൾ ആയിട്ടുള്ള പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. ലിമിറ്റിംഗ് പ്രഷർ റേഷ്യോ വാല്യൂ 7ഉം നമ്മൾ പ്രിഫറബിൾ ആയിട്ട് പറയുന്നത് 3:5 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഒരു ഗ്യാസ് ടർബൈൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത്
ക്ലിയർ ആക്കി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ.